ഇന്ന് വൈകുണ്ഠ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഇത് എന്റെ വഴിക്ക് കുളിച്ചുട്ടാ ഞാന്. സമയം 5 ആയിട്ടുള്ളൂ, നേരം വെളുത്ത് വരണുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് വെളിച്ചം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേ ഉമ്മറത്തെ ലൈറ്റൊക്കെ ഇട്ടു, വാതിലൊക്കെ തുറന്നു. പിന്നെ നേരെ ചെന്ന് വിളക്കൊളുത്താട്ടാ ചെയ്തത്. അമ്പലത്തിൽ പാട്ട് വെക്കാത്തോണ്ട് തന്നെ നല്ല നിശബ്ദതയായിരുന്നു കേട്ടാ. ഗുരുവായൂർ ഏകാദശി നോക്കാൻ പറ്റാത്തോണ്ട് തന്നെ ഇതെനിക്ക് നോക്കണം എന്നുണ്ടായിരുന്നു. വേറെ തടസ്സങ്ങളൊന്നും മുന്നിലേക്ക് വരാത്തോണ്ട് തന്നെ ഇത് നോക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് ഇതേ തുളസിയിലൊക്കെ പൊട്ടിച്ചിട്ട് ഇതേ വെള്ളം കുടിക്കാൻ നോക്കുകയാണ്. തുളസിയിലിട്ട വെള്ളം കുടിച്ചിട്ടാലോ നമ്മളെ ഏകാദശി നോക്കല് തുടങ്ങേണ്ടത്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഇതേ ഞാൻ നേരെ അടുക്കളയിൽ കയറാട്ട ചെയ്തത്. ആദ്യം തന്നെ ദോശയ്ക്കുള്ള നാളികേരം ചെറുകാട്ട ചെയ്ത് പിന്നെ ഞാനിത് ശർക്കര ഇട്ടിട്ട് കാപ്പി വെക്കാൻ നോക്കുകയാണ്. രാവിലെ ഞാൻ ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കിയത്, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതിനാകുമ്പോൾ വേറെ കറിയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ രാവിലെ കഴിച്ചത് കേട്ടോ. ഈ ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. അങ്ങനെ ഇതേ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഏകാദശി തുടങ്ങി. പിന്നെ ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഞാൻ എന്താ കഴിച്ചെന്നുള്ളത് ഒരു വട്ടയിട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.